ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കല്യാണിയും കിരണും കൂടി ഓഫീസിലിരുന്നിട്ട് ഈ പയസിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ കല്യാണിയോട് കിരൺ പറയുന്നുണ്ട്, കല്യാണി നീ പുറത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തിനാ കിരണേട്ടാ സൂക്ഷിക്കുന്നത്? കിരണേട്ടൻ തന്നെയല്ലേ എപ്പോഴും പറയാറ് കിരണേട്ടന്റെ അച്ഛന്റെ ആൾക്കാർ എൻ്റെ പുറകെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെയുണ്ട്, പക്ഷെ എന്നാലും നീ സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഈ പയസ് എന്ന് പറയുന്നവൻ അവനൊരു വല്ലാത്തൊരു ജാതിയാണ്. അവനെ നമ്മുടെ ഈ വിക്രത്തിനെയൊക്കെ അപകടപ്പെടുത്താൻ അവൻ പലവട്ടം ഈ മയക്കുമരുന്ന് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവന്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് ഞാൻ അവനോട് നേരിട്ടും അതുപോലെ തന്നെ അമ്മ മുഖേന അച്ഛനോടും അറിയിച്ചതാണ്. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയാണ്, അത് ശരിയാണ്, ആ സമയത്ത് അവനെ തിരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പം അവൻ നന്നായേനെ. അതാണ്, ചില കാര്യങ്ങൾ ചില സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പം അവന് ജീവിച്ചിരിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോക്കിക്കോ കല്യാണി. പയസ് എന്ന് പറയുന്നവനെ അവനെ പിടികൂടി ഈ ഗംഗപ്രസാദിൻ്റെയൊക്കെ അവസ്ഥ തന്നെ ഞാൻ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അവനിനി ഒരു കാരണവശാലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കല്യാണി അങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രകാശനെ കാണിക്കുന്നുണ്ട് ജയിലിൻ്റെ അകത്ത്. അപ്പോൾ പ്രകാശൻ വളരെ വിഷമത്തോടു കൂടി വരികയാണ്. അപ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അങ്കിളെ, ആരാ കാണാൻ വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കാർത്തിക മോളാണ്, ഭർത്താവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ അങ്കിളുടെ മുഖത്തൊരു തെളിച്ചില്ലാത്തത്? മൂത്ത മോള് കാണാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമല്ലേ ആയിരുന്നത് എന്ന് പറയുമ്പോൾ ആ വിഷമം മാറിക്കിട്ടി മനു. പക്ഷേ എനിക്ക് മറ്റൊരു വിഷമമാണ്. അന്ന് എൻ്റെ മോളെ കുത്താൻ വന്നത് അത് ഗംഗപ്രസാദിൻ്റെ ആൾക്കാരൊന്നുമല്ല, അത് ഈ വിക്രത്തിൻ്റെ അവൻ തന്നെയാണ്. ഒരു കൂട്ടുകാരനോട് വിക്രത്തിന് പയസ് അവനാണ് എന്നാണ് കിരൺ കണ്ടെത്തിയെന്നാണ് കാർത്തിക മോള് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അപ്പം അങ്കിൾ എന്തായാലും പേടിക്കണ്ട. കിരൺ സാർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി അവൻ്റെ ജീവൻ എടുത്തോളും, ഇനി അവന് ജീവിക്കാൻ അനുവദിക്കില്ല കിരൺ സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതല്ലടാ, എന്നാലും എൻ്റെ മോളുടെ ഒരു കാര്യം, എൻ്റെ മോൾക്ക് കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിൾ എന്തിനാ പേടിക്കുന്നത്? അങ്കിൾ പേടിക്കണ്ട, സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മുടെ മനോഹർ ഇവനെ ഈ പ്രകാശനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ പയസിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ രണ്ടുപേര്, അതായത് സരയുവിനെ കാണാൻ വന്ന രണ്ടുപേര്, അവരുടെ അരികിലേക്ക് കിരണും അതുപോലെ അവരിങ്ങനെ മാറി നിന്ന് സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ 2 വീലറിൽ. അപ്പോൾ ആ സമയത്ത് പമ്മി കിരണും അതുപോലെ തന്നെ വേലുവും രതീഷും കൂടി വരികയാണ്. അങ്ങനെ അവർ വന്നിട്ട് നേരെ ഇവരെ അടിച്ചിടുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. അവരങ്ങനെ തല്ലിച്ചതയ്ക്കുകയാണ്. എന്നിട്ട് എവിടെയുടെ പയസ് നിന്റെ കൂട്ടുകാരൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ എന്നെ ഒന്നും ചെയ്യില്ല, ഞങ്ങളൊന്നും ചെയ്യില്ല സാറ്, വേദന എടുക്കണം, ഞങ്ങൾക്കറിയില്ല പയസ് എവിടെയാണെന്ന്. അപ്പോൾ സത്യം പറയടാ എന്ന് പറയുമ്പോൾ, ഇല്ല സാറേ 2-3 മാസമായി ഞങ്ങൾ അവനെ കണ്ടിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെന്ന് പറഞ്ഞു എന്തായാലും അവന് ഇനി എന്തായാലും ജീവിതം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് താട്ടിറന്നിൻ്റെ ഫോണൊക്കെ എന്ന് പറഞ്ഞ് അവർ രണ്ടാളുടെ ഫോണൊക്കെ വാങ്ങിയെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും കിരണിൻ്റെ ഫോണിലോട്ട് മൊബൈലിലേക്ക് മിസ് കോൾ അടിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീ ഇപ്പം തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ വിട്ടിട്ട് പോരുകയാണ്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, അവരങ്ങനെ വെറുതെ വിടണ്ടായിരുന്നു, ഒന്നും കൂടി കുടഞ്ഞിരുന്നെങ്കിൽ അവനെ കണ്ടെത്താമായിരുന്നു എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇല്ലടാ അവർക്ക് അറിയില്ല എന്നാ തോന്നുന്നത്. കാരണം അവൻ പറഞ്ഞത് ഇവൻ പയസ് തന്നെയാണെന്നാണ്, ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത് പയസ് തന്നെയാണ്, ഇവരുണ്ടായതില്ല, അതുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷെ അറിയുന്നെങ്കിൽ തന്നെ അവൻ്റെ ഫോണിൽ നിന്ന് ഇവരുടെ ഫോണിൽ നിന്ന് ഉടനെ തന്നെ അവരെ വിളിച്ച് പറയും, പയസിനെ വിളിച്ച് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിടിക്കാൻ പറ്റും, ഞാൻ അതിനാണല്ലോ അവരുടെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് മിസ് കോൾ അടിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവരവിടെ നിന്നും പോവുകയാണ്. കിരണും അതുപോലെ തന്നെ രതീഷും വേലും ഒക്കെ പോകുന്നുണ്ട്. വേദന സഹിക്കാൻ പറ്റാതെ അവരങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ താരയെ കാണിക്കുകയാണ്. അങ്ങനെ താരയാണെങ്കിൽ ഇതിലിങ്ങനെ ജ്യൂസിൽ വിഷം ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യൂസിൽ വിഷം കലക്കിയതിന് ശേഷം
അവള് നേരെ കല്യാണിക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പൊ കല്യാണി അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ കല്യാണിക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, ഇവിടെ വന്നപ്പോൾ എന്തോ വല്ലാത്തൊരു ദാഹം, അതുകൊണ്ട് ഇത്തിരി തണുത്ത വെള്ളം കുടിക്കാൻ തോന്നി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജ്യൂസ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് അവൾ കുടിക്കുകയാണ്. അപ്പൊ ആ സമയത്തും പറയുന്നുണ്ട്, എന്താ ആന്റിക്ക് എന്താ പറ്റിയത്, ആന്റിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടല്ലോ, ആന്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കലേ ഈ ചന്ദ്രസേനൻ, അതായത് കിരൺ സാറിന്റെ അച്ഛൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആന്റിയുടെ മനസ്സിലുള്ള സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരും, അച്ഛൻ എന്തായാലും ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കലേ തന്നെ ആ ജ്യൂസ് മുഴുവൻ കുടിക്കുകയാണ്. ജ്യൂസ് കുടിച്ചതിന് ശേഷം ഗ്ലാസ് താരയുടെ കയ്യിൽ കൊടുത്തിട്ട് താരയാണെങ്കിൽ കരയുന്നുണ്ട്. എന്താ ആന്റിക്ക് പറ്റിയത്, ആന്റി എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗ്ലാസ് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ നിൽക്കുന്ന നേരം കല്യാണിയുടെ തൊണ്ടയിൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അസ്വസ്ഥതയും കാര്യങ്ങളും. അപ്പോൾ ആന്റി എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് കല്യാണി താഴെ വീഴുകയാണ്. കല്യാണി അങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ താര ഞെട്ടി താരയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു സ്വപ്നം തന്നെയായിരുന്നു, നമ്മുടെ സരയുവിന്റെ സ്വപ്നം തന്നെയാണ്. സരയു കമ്പനിയിൽ ഇരുന്നിട്ട് ആലോചിച്ച് കൂട്ടിയതാണ് ഇത് മുഴുവനും. അങ്ങനെ സരയു മനസ്സിൽ കരുതുന്നുണ്ട്, അതുപോലെ തന്നെ നടക്കണം എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അതിനുശേഷം നമ്മുടെ സരയു പോകുന്നത് കല്യാണിയുടെ അരികിലേക്കാണ്. എന്നിട്ട് കല്യാണിയോട് പറയുന്നുണ്ട്, കല്യാണി എന്തായാലും നീ ഇന്ന് എനിക്ക് ഒരു സംശയമുണ്ട്, നിങ്ങളെപ്പോഴും ചോദിക്കാറില്ലേ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് താരമ്മയ്ക്ക്. അപ്പോൾ എനിക്കൊരു സംശയം, അച്ഛന് മരണശേഷമാണ് അമ്മയ്ക്ക് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയത്. എനിക്കിപ്പോൾ ആലോചിച്ചപ്പോൾ തോന്നിയതാണ്, അല്ലാതെ അതിനു മുമ്പ് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അങ്ങനെയാവാൻ സാധ്യതയില്ലല്ലോ, താരാൻ്റിക്ക് ആളോട് വലിയ ദേഷ്യമൊക്കെ ആയിരുന്നത്. ഇനിയിപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്തെ കാര്യങ്ങൾ ഓർത്തത് കൊണ്ടുള്ള വിഷമമാണോ എന്നറിയില്ല. കാര്യങ്ങൾ എന്തായാലും ഞാൻ തിരക്കിക്കോളാം, ഞാൻ എന്തായാലും ആൻറ്റിയെ കാണുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണിയെ ഒന്ന് ഇളക്കി വിട്ടതാണ്, എന്തായാലും കല്യാണി അവിടേക്ക് പോകുമല്ലോ. അപ്പോൾ ആ സമയത്ത് താരയെ കൊണ്ട് കൊല്ലിക്കാനാണ് നമ്മുടെ സരയുടെ ഉദ്ദേശം. അങ്ങനെ ആ സമയത്ത് താരയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വോയിസ് മെസ്സേജ് സരയു അയക്കാണ്. നിങ്ങളെൻ്റെ അമ്മയാണെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് കല്യാണി അവിടേക്ക് വരും. അങ്ങനെ ആ സമയത്ത് കല്യാണിക്ക് വിഷം കൊടുക്കണം, അവളെ കൊല്ലണം, അതാണ് എൻ്റെ ആവശ്യം എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. അത് കേൾക്കുന്ന താരയ്ക്ക് വല്ലാത്ത സങ്കടം വരികയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന സരയുവും ശാരിയും കൂടി സംസാരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം താരയെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ശാരിയോട് പറയുന്നുണ്ട് സരയു. അപ്പോൾ അവൾ അങ്ങനെ ചെയ്യോ മോളെ, കാരണം മോളോട് സ്നേഹമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ അവളോട് കല്യാണിയോടും സ്നേഹമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഉറപ്പില്ലെങ്കിൽ അവർ പിന്നെ എൻ്റെ അമ്മയായിട്ട് ഇരിക്കേണ്ട എന്ന് സരയും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ല മോളെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിരണങ്ങാനം മോളെ പിടിച്ചു കഴിഞ്ഞാലോ അറിയാലോ, അവൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് കളയും, അതാണ് അവൻ്റെ ഒരു ശീലം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവണം. അറിയാലോ അമ്മയ്ക്ക്, അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ ദിവസം ഞാൻ എന്തോരം സങ്കടപ്പെട്ടു എന്ന്. പിന്നെ ഒരു ദുഷ്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അതിലൊരു ആശ്വാസം കണ്ടെത്തിയതായിരുന്നു. അതും വല്ലാത്തൊരു ചതിയാണെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ശാരി പറയുന്നുണ്ട്, മോളെ താരയുടെ ഭാഗത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ മോൾക്ക് എന്ത് വേണം ചെയ്തു തന്നേനെ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ആശുപത്രി വിട്ടു കഴിഞ്ഞാൽ മോള് പറയുന്ന പോലെ തന്നെ ചെയ്തോളാം, കല്യാണിയെ കൊല്ലുന്നെങ്കിൽ ഞാൻ കൊന്നു തന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.